ആനേനെ പേടിച്ച് നിന്ന് ആന മുഴുവനും തീർക്കുക എന്നല്ലാണ്ട് ആനേനെ പേടിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ അവരോട് പറയുന്നത് മരിക്കുമ്പോൾ ഒരു മരണം ഉണ്ടാവും, അത് എപ്പോഴായാലും ഉണ്ടാവും. ആനേനെ പേടിയൊന്നുമില്ല. ആനേനെ ഒട്ടിക്കാൻ ഞാൻ എന്തായാലും എത്തിയില്ലെങ്കിൽ ഞാൻ വയലിലുണ്ടാവും എന്ന് തന്നെ ഞാൻ എപ്പോഴും പറയലുണ്ട്. രാത്രി കിടന്നാൽ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചിന്ത ഇതാ, ഈ വയലിൽ ഇത് ഇങ്ങനെ ആവുമല്ലോ. ഇതിനെ ഓട്ടിച്ചു വിടാനാണല്ലോ, ഇത് നശിച്ചു പോകുന്ന ഇത് ആണല്ലോ ചെയ്യുന്നത്. അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുക തന്നെ. എല്ലാ വർഷവും ഇങ്ങനെ എല്ലാ വർഷവും ഉണ്ട്. അതിൽ അവർ വന്ന് കാവൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. എനിക്ക് 2 ദിവസം രാവിലെ നേരം വന്ന് കണ്ടിട്ട് ടെൻഷൻ അടിച്ചു എനിക്ക്. അതുകൊണ്ടാണ് ഇത്രയും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പനി പിടിച്ചാൽ ഞാൻ ഇങ്ങനെ ആവില്ല. അവരെഴുതി കൊടുത്താൽ ഒരു 10 രൂപയും തരില്ലാന്ന്. 6 വർഷം 7 വർഷമായി. എല്ലാ വർഷവും ഇതുപോലെ കളയുന്നുണ്ട്. എല്ലാ വർഷവും കളയുമ്പോൾ അവർ എഴുതി കൊടുക്കാൻ പറയും. പിന്നെ ഈ പണ്ടാരത്തിന്റെ അടുത്ത് പോകാനും പേടിയാണല്ലോ. ആനയല്ലേ. അവരെന്നെ ഒരു ദിവസം പിടിച്ചു വീട്ടിൽ കൊണ്ടുപോയി വിട്ടതാ കാടുമാര്. ആന കൈ എടുത്തിട്ട് ഇങ്ങനെ വെക്കും. നിങ്ങളെ തൊപ്പി പോലത്തെ ഒരു നമ്മൾ ബോളിന്റെ ഉള്ളിൽ ബ്ലേഡർ ഉണ്ടല്ലോ, അതേപോലെയാണ് പോലും ഈ ആനേന്റെ കാലിന്റെ അടി. അതിങ്ങനെ വെച്ച് അമർത്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ഷോക്ക് ഉണ്ടെങ്കിൽ കൊള്ളില്ല എന്നാ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കൊമ്പിന്റെ ഇടയിൽ ഇങ്ങനെ കമ്പി ഇട്ടിട്ട് തിരിച്ച് പൊട്ടിച്ചിട്ട് കിടക്കുന്നു. കൊമ്പിൽ പിടിക്കില്ലാന്ന്. നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ വേണമെങ്കിൽ നിങ്ങളെ കൂടുതൽ വരാം. നിങ്ങളെ അമ്മയെന്ന് ഓർത്താൽ മതി കേട്ടോ, വേറെ ഒന്നും ഓർക്കണ്ടെന്ന് പറഞ്ഞു. അത് ആ റേഞ്ച് ഓഫ് അവിടെ പോയിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പം അഥവാ എങ്ങാനും വല്ല എവിടെയെങ്കിലും ഒരു കുരങ്ങ് ചത്തിട്ടുണ്ടെങ്കിൽ അതിനെ തൂക്കി പിടിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി അത് ആ പരാതിയായി ഈ പരാതിയായി. ഇവന്മാര് അവരെ ഒരു സാധനത്തിലേക്ക് അനങ്ങാൻ പാടില്ല. നമ്മൾ അനങ്ങിയില്ലെങ്കിൽ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ അവർ അത് ചെയ്തു ഇത് ചെയ്തു എന്നും പറഞ്ഞിട്ട് അവർ വീട് വളയുന്ന ഏർപ്പാടാണ് അവരെ. നമ്മളെ സാധനം പോകുന്നതിനൊന്നും അവർക്ക് ഒരു വലിയമില്ല, ഒരു വിഷമവും. ഇപ്പം നമ്മൾ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ ഇതാ ഇവിടെ ഒരു കുരങ്ങ് ചത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിളിച്ചു നോക്കി കൂടെ അടക്കം വരും. എത്ര വണ്ടി വേണം, എത്ര ആൾ വേണം അവിടെ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ വള്ളുവാടി എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ജയമണി അതുപോലെ തന്നെ ബാബു എന്ന് പറയുന്ന 2 കർഷകരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ, അതായത് നെൽകൃഷിയൊക്കെ കാട്ടാനയും കുരങ്ങും മയിലും മറ്റ് ജീവികളൊക്കെ നശിപ്പിച്ച അതിഭീകരമായ രംഗങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇപ്പം നമ്മളുള്ളത് അതിൻ്റെ തന്നെ അവിടെ നിന്ന് തന്നെ ഒരു 1/2 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രദേശത്താണ്. ഇവിടെ ഒരു പ്രായമായ ഒരു ചേച്ചിയുടെ ഒരു ചേച്ചി സ്വന്തമായിട്ട് നടത്തുന്ന ഒരു കൃഷി, അതായത് നെൽകൃഷി ആന 2-3 ദിവസം മുന്നേ കളഞ്ഞിരിക്കുകയാണ്. വളരെ ഭീകരമായ അവസ്ഥയാണ്. ആ ചേച്ചിയുടെ 1/2 ഏക്കറിൻ്റെ മേലെ നെല്ല്, അതായത് ഒരു മാസം കൂടെ കഴിഞ്ഞാൽ കൊയ്തെടുക്കാൻ പാകത്തിനുള്ള നെല്ല്. അപ്പം നമ്മളത് ആലോചിക്കണം, എത്രത്തോളം കഷ്ടപ്പെട്ട് ഉറക്കം അളച്ച് ഇത്രയും നാളും പൊന്നുപോലെ നോക്കി അവസാനമായപ്പോൾ, അതായത് പഠിക്കുക ചെന്ന് കല ഉടയ്ക്കാന്നൊക്കെ പറഞ്ഞ പോലെ ഏറ്റവും അവസാനം ആയപ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു സ്ഥിതിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. അമ്മച്ചിയുടെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് പാർവതി. കഴിഞ്ഞ ദിവസം ആന ഇറങ്ങി കുറെ കൃഷി കളഞ്ഞു. നെല്ല കളഞ്ഞ കൂടുതലും കളഞ്ഞത്. അറിഞ്ഞായിരുന്നോ സംഭവം? രാത്രി ഇത് നടക്കുന്ന സമയത്ത് 2 ദിവസം ഞങ്ങൾ അറിഞ്ഞു, 2 ദിവസം അറിഞ്ഞില്ല. ആണല്ലേ. ഇത് എന്നാ മിനിഞ്ഞാന്നാ? ഇത് മിനിഞ്ഞാന്നല്ല, 3-4 പ്രാവശ്യമായി. ആണല്ലേ. 1 2 3 4 പ്രാവശ്യമായി ഇറങ്ങിയല്ലേ. അവര് കാവൽക്കാരെ ആക്കിയിട്ട് അവര് പിന്നെ ഫണ്ടില്ലാന്നും പറഞ്ഞ് അവര് കാവക്കാരെ നിർത്തി പോയിട്ട് 2 ഇറങ്ങി. അതില് മുന്നേ കാവക്കാരുണ്ടായപ്പോഴും ഇറങ്ങി. ഇപ്പൊ കാവൽക്കാരില്ലല്ലേ? ഇല്ല, ഇപ്പൊ കാവൽക്കാരില്ല അവർക്ക്. അവര് സമരത്തിലാന്നും പറഞ്ഞിട്ട് അവര് രാത്രി ഡ്യൂട്ടിക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ വന്നുപോയി ശബ്ദം കേട്ട് നടന്നു പോകുന്ന കണ്ടിട്ടൊന്നുമില്ല. പിന്നെ അവര് കമ്പി വലിച്ചു കെട്ടു, അവരങ്ങ് പോവും. അവര് പറയുന്നതൊന്നും അനുസരിക്കില്ല. ആന വരുന്ന ടൈമിൽ വയലിലുണ്ടാവുമ്പോൾ അവർ വിളിക്കുമ്പോൾ ആ ആളെ പറഞ്ഞയക്കാം, ഞങ്ങൾ അങ്ങനെ ചെയ്യാം, ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊന്നും ആൾ വരികയില്ല. പറഞ്ഞാലും പറ്റൂല, വിളിച്ചാലും വരില്ല. ഞങ്ങൾ വിളിക്കും, അവരെ നമ്പർ തരും ഞങ്ങൾക്ക് വിളിക്കാൻ പറഞ്ഞിട്ട്. അവർ വിളിക്കുമ്പോൾ അവർ വരണ്ടേ, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? മിനിഞ്ഞാന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഇറങ്ങി, ഞങ്ങൾ ഓടിച്ചു വിട്ടപ്പോൾ പോയി അപ്പുറത്തെ വേറെ മുകളിലൊരാളെ വയലിലിറങ്ങി. ജയമണി ജയമണിയല്ല, ബാബു. വയലിലിറങ്ങി അവന്റെ 2 കണ്ടം മുഴുവനും തിന്നു. ഇന്നലെ അവര് വരുമ്പോ ആന വയലിലിറങ്ങാൻ വേണ്ടി റോഡ് സൈഡിൽ നിൽക്കുകയാണ്. പടക്കം പൊട്ടിച്ച് അവര് പോയി. അവരെന്ത് പറഞ്ഞാലും അനുസരിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലായിട്ട് അവര് വന്ന് കാവലിൽ നിന്ന് ഞങ്ങൾക്ക് നെല്ല് കൊയ്യാൻ കിട്ടി.
ഇപ്രാവശ്യം കിട്ടിയിട്ട് ആയില്ല. ഇപ്രാവശ്യം ഏകദേശം ഒരേക്കറിൻ്റെ അടുത്ത് ഉണ്ട്, 2 മകൻ്റെയും എൻ്റെയും കൂടെ. എൻ്റെ അരേക്കർ മൊത്തം തീർന്നു. അരേക്കർ മൊത്തം തീർത്തു. ആ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയാണ്. ആന മുതുകിട്ട് പോകുമ്പോൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ലല്ലോ. മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്നത് അത് പറ്റുന്നില്ല. ആ ടൈമിൽ ഈ ഫോട്ടോ എടുക്കുന്ന മക്കളോ അല്ലെങ്കിൽ വലിയവരോ വേണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ ടൈമിന് അതല്ലല്ലോ നോക്കുക. ഇതിനെ ഓട്ടിച്ചു വിടാനാണല്ലോ, ഇത് നശിച്ചു പോകുന്ന ഇത് ആണല്ലോ ചെയ്യുന്നത്. അങ്ങനെ കിടന്ന് കഷ്ടപ്പെടുക തന്നെ. എല്ലാ വർഷവും ഉണ്ട്. അതിൽ അവർ വന്ന് കാവൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. ഇന്നിപ്പോൾ എവിടെയാ വന്ന് ഇറങ്ങുകയെന്ന് അറിയില്ല. ഇന്ന് കാവക്കാരൊന്നും ഇല്ല. ഇന്നിപ്പോൾ അവർ രാത്രി വരുമോ എന്തോ. അവർ പെട്രോളിംഗ് ഉണ്ട്, രാത്രി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അവർ വന്നൊരു പോക്കങ്ങ് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ആന വരുന്നത് എപ്പോഴാ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഈ കുട്ടിയൊക്കെ വച്ചിട്ടിട്ട് അതിൻ്റെ മുഖമൊക്കെ കണ്ടാൽ മതി. ആ, അച്ഛനും മോനും കൂടി വയലില്. ഈ കൊച്ചൊക്കെ ആനനെ ഓടിക്കാൻ പോകും. രാത്രി വരും ഞങ്ങളെ കൂട്ടത്തില്. എന്ത് ചെയ്യാനാ, ഞങ്ങക്ക് അതല്ലേ പരമാവധി. ഞങ്ങൾക്ക് നശിച്ചു പോകുന്നത് കാണുമ്പോ സങ്കടല്ലേ. എത്ര ഞാൻ ഒറ്റ ഒരാളാണ് ഇതെല്ലാം ചെയ്യുന്നത്, എന്റെ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. മക്കള് 2 വേറെ പോയി. ഭർത്താവ് മരിച്ചു. ഇപ്പൊ നമുക്ക് അവിടെ ചെന്നാൽ അത് കാണാൻ പറ്റുമോ? എന്ത് വയലല്ലേ? കാണാം. ഇവിടുന്ന് കുറെ ദൂരം ഉണ്ടോ? ഇല്ല, കുറച്ചങ്ങ്. ഒന്ന് എന്റെ കൂട്ടത്തിൽ വരാമോ? എന്നാ വാ, പോവാം. ഇത് സ്ഥലം വള്ളുവാടിയാണ് കേട്ടോ. ഈ കാണുന്നത് ഫോറസ്റ്റാണ്. ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഈ ആന ഇപ്പൊ ഈ കറക്റ്റ് നെല്ലിങ്ങനെ ആയി വരാറാകുമ്പോഴായിരിക്കും ഇറങ്ങുന്നത്. ആന നെല്ല് കായ് ഇപ്രാവശ്യം നേരത്തെ അങ്ങ് ഇറങ്ങിന്ന്. പൊതുമ്പ് തുടങ്ങി കതിര് നമ്മള് വയറ് തുടിച്ചു വരുന്നില്ലേ, അതേ ടൈം ആകുമ്പോഴേക്ക് തന്നെ ഇപ്പൊ 4 പ്രാവശ്യം 5 പ്രാവശ്യമായി ഇറങ്ങും. ഒരു സ്ഥലത്ത് നിന്ന് ഓട്ടിക്കുമ്പോ ഒരു സ്ഥലത്ത് പോകും. അവിടെ നിന്ന് ഓട്ടിക്കുമ്പോ തിരിച്ചു വന്ന് സൗകര്യം ഉണ്ടെങ്കിൽ പിന്നെയും തിരിച്ചു ഇങ്ങോട്ട് തന്നെ വരും. ഒപ്പര ഇരുന്ന 3 തെങ്ങ് വലിച്ചു പറിച്ചു കളഞ്ഞ. അത് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ കൊല്ലല്ല, അതിന്റെ മുന്നത്തെ കൊല്ലം കൂട്ടത്തിൽ 9 എണ്ണം 10 എണ്ണം ഒക്കെ ഉണ്ടാവും. പൊതുവെ ഇവിടെ ഒരെണ്ണം ഒറ്റയ്ക്കല്ല ഇറങ്ങുന്നത്. ഇപ്പൊ പൊതുവെ ഒറ്റയ്ക്ക് ഒരെണ്ണാണ് ഇറങ്ങുന്നത്. മുട്ടിക്കൊമ്പൻ. നമ്മളിപ്പോൾ കണ്ട ആ ഒരു സൈഡും ഫോറസ്റ്റാണ്. ഇവിടെ ഇപ്പുറത്തെ സൈഡും ഫോറസ്റ്റാണ് കേട്ടോ. 2 സൈഡും ഫോറസ്റ്റായിട്ട്, 3 സൈഡും ഫോറസ്റ്റായിട്ട് അതിൻ്റെ നടുഭാഗത്തുള്ളൊരു പ്രദേശമാണ് ഈ വള്ളുവാടി ഓടപ്പള്ളം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെയാ കളഞ്ഞേ? ഇറങ്ങി നോക്കണല്ലേ? ഇറങ്ങി തന്നെ കാണണമെങ്കിൽ നല്ല ഇറങ്ങി തന്നെ വരണം. മൊത്തം കളഞ്ഞോട്ടോ. കണ്ടോ, ചവിട്ടി മെതിച്ച് വെച്ചേക്കുവാണ്. അതിൻ്റെ വ്യത്യാസം മനസ്സിലാണെങ്കിൽ ആ പൊങ്ങി നിൽക്കുന്നതും ഇതും കൂടെ നോക്കിയാൽ മതി. പ്രദേശം കംപ്ലീറ്റ് കളഞ്ഞേക്കുവാണെന്നുണ്ടോ. ഇതൊക്കെ നടന്ന് പോയി മൊത്തം നശിപ്പിച്ചേക്കുവാണ് കേട്ടോ. കണ്ടോ, ഒക്കെ തന്നെ ദൃശ്യങ്ങളിൽ തന്നെ കാണാതുണ്ടോ. അതുകൊണ്ടോ ഓരോന്നിൻ്റെ ഇത്രയും ചവിട്ടും. അടച്ചും കളഞ്ഞല്ലേ. എനിക്ക് എന്തോരാ കളഞ്ഞേക്കുന്നതാണ്. ഇത് വേറെ കണ്ടാണ്. നോക്കി, ഇതേപോലെ തന്നെ അതാ അവിടെ അങ്ങോട്ടും കളഞ്ഞിട്ടല്ലേ. ഇതേപോലെ ആക്കി ഇങ്ങനെയൊക്കെ. ഇപ്രാവശ്യമാണ് ഇത്രയും നശിപ്പിച്ച് കളഞ്ഞത്. വലിയ കാൽപ്പാടുകളും മറ്റുമൊക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ഇതേപോലെ തന്നെ അത് അപ്പുറത്തും നിരപ്പാക്കിയല്ലേ. നിരപ്പാക്കിന്നിപ്പാ. എനിക്ക് 2 ദിവസം രാവിലെ നേരം വന്ന് കണ്ടിട്ട് ടെൻഷൻ അടിച്ചു പോയി എനിക്ക്. അതുകൊണ്ടാണ് ഇത്രയും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പനി പിടിച്ചാൽ ഞാൻ ഇങ്ങനെ ആവില്ല. ഇത് മാത്രമല്ല, അതിന്റെ അപ്പുറത്തെ സൈഡും കളഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ കളഞ്ഞ് അതിലങ്ങനെ കളഞ്ഞ അതിലെ പോണം. ഇനി അതിലെ പോണം. ഇതിലെ അവിടെ കിടക്കാം. ഇതിലെ വരും നമുക്ക് ഇതിവിടെ കിടക്കാം.
എന്നാ പിന്നെ അത്രയും ദൂരം നടക്കണ്ടല്ലോ. കളഞ്ഞേക്കുന്നേ കർഷകർക്ക് ഇതൊക്കെ സഹിക്കാൻ പറ്റുന്നൊരപ്പുറം കേട്ടോ. അല്ല ദൂരം കളഞ്ഞ് വെച്ചേക്കുന്നതാണ്. മൊത്തം നടന്ന് തീർത്തേക്കാണ്. ഈ ഒരു ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഭാഗം ഇരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തെ കംപ്ലീറ്റ് പോയതാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഉണ്ടോ, ഈ ഒരു സൈഡ് ചേർത്ത് ഇങ്ങനെ ഇത്രയും ഭാഗം കംപ്ലീറ്റ് ഇങ്ങനെ കളഞ്ഞേക്കാണ്. അവിടെ നിന്ന് അങ്ങോട്ടുമുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുമുണ്ട്, ഇപ്പുറത്തോട്ടുമുണ്ട്. അവരെല്ലാം നമുക്കിരാവ് എൻ്റെ തടുത്തുടണല്ലേ. നമ്മളവിടെ നിന്ന് അടുത്ത സെക്ഷൻ ഇവിടെ കളഞ്ഞിട്ട് ഇവിടെ കാന ചവിട്ടി പതുക്കി വെച്ചേക്കോട്ടോ. നമുക്ക് നടന്നു പോകാൻ തന്നെ പാടാണ്. ആന ആരും ഒരു സെക്ഷൻ അടുത്തത് ഇവിടെ ഇതുണ്ടോ, എന്തോരോ കളഞ്ഞ് വെച്ചേക്കുന്നത്. എനിക്ക് ഈ ഏരിയ മൊത്തം കളഞ്ഞു കേട്ടോ. അത് മൊത്തം തീർന്നാണ്. അവരെഴുതി കൊടുത്താൽ ഒരു 10 രൂപയും തരില്ലാന്ന്. 6 വർഷം 7 വർഷമായി. എല്ലാ വർഷവും ഇതുപോലെ കളയുന്നുണ്ട്. എല്ലാ വർഷം കളയുമ്പോൾ അവർ എഴുതി കൊടുക്കാൻ പറയും. എഴുതി കൊടുക്കുമ്പോൾ ഒന്നും കിട്ടില്ല. ഇതുണ്ടോ, ഇതിനെ മൊത്തം കളഞ്ഞു കേട്ടോ. നമുക്കിനി അപ്പുറത്തെ സൈഡിൽ നിന്നുള്ളൊരു ദൃശ്യങ്ങളും കൂടെ കാണാം. അങ്ങോട്ട് വേണം. അപ്പോൾ ഇതൊക്കെ ഇനി എന്തെങ്കിലും ചെത്തിപ്പറിച്ച് എടുക്കണമെങ്കിൽ തന്നെ എന്ത് ബുദ്ധിമുട്ടാന്ന് പറയും. അതെ അതെ അതെ, വലിയ കാൽപ്പാടുകൾ നമുക്ക് കാണാം കേട്ടോ. അതിന് തോതിലാട്ടോ ഇവിടെ കാണാൻ നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതിനെക്കാട്ടും ഭീകരമാണ് കേട്ടോ. ഇവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങിയില്ലെങ്കിൽ ആന അടുത്ത സ്ഥലത്തേക്ക്. ആനപ്പിണ്ടം കണ്ടോ? കണ്ടു. ഇങ്ങനെ നിന്ന് പാടമാണ് ഈ അവസ്ഥയിലാക്കി വെച്ചേക്കുന്നത് കേട്ടോ. ഉണ്ടോ, ഇതും കളഞ്ഞാ? ഇതൊക്കെ കളഞ്ഞു തന്നെ. ഇതൊക്കെ ഫസ്റ്റിലെ ദിവസം കളഞ്ഞത് ആണല്ലേ. ഇവിടെയും കളഞ്ഞിട്ടുണ്ട് കേട്ടോ. 3 ദിവസം അടുപ്പിച്ചാട്ടോ ഈ സൈഡിലോട്ട് വന്നത്. ആ ഒരു സൈഡാണ് ഏറ്റവും കൂടുതൽ കളയുന്നത്. അത് ഇവിടെ കാവലുണ്ടായിരുന്നേ ഇതിന്റെ മുകളിലല്ലേ. ഇത് ഏർമാടം നമുക്കിവിടെ കാണാം. മാടത്തിന്റെ മുകളിൽ. അന്ന് ഇവിടെ ഇല്ലായിരുന്നു. അന്ന് 2 ദിവസം ഇവിടെ ഇല്ല. ഇല്ലാത്ത ദിവസം ഒരു ദിവസം ഉണ്ടായിരുന്നു. ഇത് എതിലെയാ കയറി വരുന്നത്? കേറി വരാൻ അതിലേയും കേറി വരും. പിന്നെ അത് അവിടെ അതിലേക്ക് ഇറങ്ങിയിട്ട് അവരെ ലൈനൊക്കെ പൊട്ടിച്ച് ഇത് പൊട്ടിച്ചാണോ? അതൊക്കെ പൊട്ടിച്ചിട്ട് ഇന്നലെ വലിച്ചു കെട്ടിയതാ. ഒന്ന് വലിച്ചു കെട്ടി അവര് മിനിഞ്ഞാന്ന് പോയിട്ട് വീണ്ടും വന്ന് പിന്നെയും വലിച്ചു പൊട്ടിച്ചു. പിന്നെ വീണ്ടും ഇന്നലെ അവര് വന്ന് വലിച്ചു കെട്ടിയിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോ ഇന്ന് രാത്രി എന്താ, ഇന്ന് കാവക്കാരൻ ഈ വാച്ചറോട് കറണ്ട് കൊടുക്കുന്നുണ്ടോ? അവര് കൊടുത്തിട്ടെന്താ, കൊടുത്തിട്ട് കാര്യമല്ല. ആന കൈ എടുത്തിട്ട് ഇങ്ങനെ വെക്കും. നിങ്ങളെ തൊപ്പി പോലത്തെ ഒരു നമ്മള് ബോളിന്റെ ഉള്ളിൽ ബ്ലേഡർ ഉണ്ടല്ലോ, അതേപോലെയാണ് പോലും ഈ ആനേന്റെ കാലിന്റെ അടി. അതിങ്ങനെ വെച്ച് അമർത്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ഷോക്ക് ഉണ്ടെങ്കിലും കൊള്ളില്ല എന്നാ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കൊമ്പിന്റെ ഇടയിൽ ഇങ്ങനെ കമ്പി ഇട്ടിട്ട് തിരിച്ച് പൊട്ടിച്ചിട്ട് കിടക്കുന്നു. കൊമ്പിൽ പിടിക്കില്ലാന്ന്. ഇവിടെയൊക്കെ അതൊക്കെ തൂക്കിയിട്ടിട്ട് അതൊക്കെ വലിച്ചു പൊട്ടിച്ചു. ഇന്നലെ ഇപ്പൊ അവര് വീണ്ടും വന്ന് പിന്നെയും തൂക്കുവേലി ഇട്ടതാ അത്. അവർക്കറിയാം ഇനി ഇത് ഇങ്ങനെ ശല്യമാണെങ്കിൽ അവര് ഞങ്ങളെ വഴി തടയുന്നു. നേരത്തെ ഒരു പ്രാവശ്യം ഞങ്ങളങ്ങനെ ചെയ്തതാണ്. ഞാൻ ചെയ്തത്. ഇവിടെ ഒരാളുണ്ട്, കൊച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് ഒരാൾ. അയാൾ എന്തോ ഒരു ചെറിയൊരു ഇതിൻ്റെ ആളാ. അയാളെ വിളിക്കുമ്പോൾ അയാൾ പറയും, അയാളും വരും. ചേച്ചിയൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്ന? ഞാൻ എൻ്റെ അറിവ് കാലം മുതൽക്കേ കൃഷിയുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് തന്നെ ഇപ്പൊ 10-22 കൊല്ലായി. 22 വർഷം ഇവിടെ നെല്ല് കൃഷി നെൽകൃഷി അരിയൊന്നും പുറത്തുനിന്ന് മേടിക്കുന്നില്ല? ഇല്ല, അതൊന്നും അങ്ങനെ വാങ്ങാൻ ഇതുണ്ടാവുമല്ലോ. പിന്നെ ആവശ്യമില്ല. പിന്നെ ഇതുണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് ചോദിക്കുമ്പോ അവർക്കും കൊടുക്കും. പിന്നെ നമ്മള് പൈസ കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥ വേണ്ട, ആവശ്യമില്ല. അല്ലെ, ഇപ്പൊ നമ്മളും കൂടെ പൈസ ഇപ്പൊ നമ്മൾ വാങ്ങണം. റേഷൻ കടയിൽ നിന്ന് എത്രയാ കിട്ടുകയെന്നറിയാം? 1 കിലോ അരി, ഈ 4 കിലോ അരിയും 1 കൂട ആട്ടപ്പൊടിയും 3 മാസം കൂടുമ്പോൾ 1/2 ലിറ്റർ മണ്ണെണ്ണയും കിട്ടും.
പ്രായമായവർക്കൊക്കെ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും വല്ലതും തന്നോ എന്ത് ചെയ്തിട്ടെങ്കിൽ മാത്രമല്ലേ ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് ജീവിക്കും. 77 വയസ്സ് പൂർത്തിയാകാനായി. ചേച്ചി BPL കാർഡാ? ആ, അവരാന്നൊക്കെ പറഞ്ഞ് കേട്ട് പോവും. പറഞ്ഞു പോവുക എന്നല്ലാണ്ട് അവർ യാതൊരു കാര്യവുമില്ല. എന്നിപ്പോൾ ഇത് ഞാനിങ്ങനെ നശിക്കുന്നതുകൊണ്ട് മെമ്പറെ വിളിച്ച് കൃഷിഭവനിൽ കൃഷി ഓഫീസറെ വിളിച്ച് ഇങ്ങനെ പല ഇതും ചെയ്യണം, എന്നാലേ എന്തെങ്കിലും കിട്ടാനെങ്കിൽ കിട്ടുകയുള്ളൂ. ഇതൊക്കെ വലിച്ചു പൊട്ടിച്ചതാണ്. ഇതൊക്കെ ഇന്നിപ്പോൾ വലിച്ചു കെട്ടി തന്നതാണ്. ആ, അല്ല, കയറിയത് അവിടുത്തെ അതിൽ തന്നെ. അതായാലും അങ്ങ് പോയി നോക്കി അറിയാം കാണിച്ചു വെക്കുന്ന പരിപാടി. അത് ഇന്നലെ എൻ്റെ മൂത്ത മകൻ ചോദിച്ചേ, TV കണ്ടിട്ടേ, അമ്മ വേലിയൊക്കെ പോയില്ല അമ്മേന്ന്. അതൊക്കെ അത് ഇറക്കണം. ഇത് ഈ ചളിയൊക്കെ ഇത് വീണ്ടും ഞങ്ങൾ പൊക്കി കെട്ടിയതാ. ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഇതിലേട്ട കടന്നു പോയത്. അതൊക്കെ പോയി. ഷോക്കുണ്ട്, ദിവസം ഇടുന്നുണ്ട്. എന്താ ചെയ്യാന്നറിയോ, ഇത് ഇവിടെ ചവിട്ടും. ഇവിടെ ചവിട്ടിയിട്ട് ഇതങ്ങ് മാറി തട്ടാത്ത രീതിയിൽ. അപ്പൊ ഇതിന് നമുക്ക് ഇപ്പൊ ഷോക്ക് ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടാലൊന്നും കൊള്ളില്ലല്ലോ. അങ്ങനെ അതങ്ങ് മറിക്കും. ഇതൊക്കെ അങ്ങനെ മറിച്ചതാ ഞങ്ങൾ വീണ്ടും. ഇത് കണ്ടോ, കുളം കുത്തിയ പോലെ ഇതൊക്കെ ഞങ്ങൾ പിന്നെയും വലിച്ചു കെട്ടി. ഇത് വലിച്ചു കെട്ടാണ്ടിരുന്നാൽ ആരുടെങ്കിലും കന്നാലി വരും. പിന്നെ കുരങ്ങാണെങ്കിൽ കുരങ്ങിനെ കൊണ്ട് ശല്യം പറയണ്ട. ഓ, കുരങ്ങ് ഭയങ്കര എന്ന് പറഞ്ഞാ മതിയോ. ഇവിടെ ഇപ്പൊ എന്താ കുറച്ചു ദിവസമായിട്ട് കണ്ടിട്ടില്ല. ഇവിടെ ഇനിയിപ്പോ അതെ, എന്താ ചെയ്യാന്നൊന്നും അറിയില്ല. കുരങ്ങനാണെങ്കിൽ അവരെന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞ, അഥവാ എങ്ങാനും വല്ല എവിടെയെങ്കിലും ഒരു കുരങ്ങ് ചത്തിട്ടുണ്ടെങ്കിൽ അതിനെ തൂക്കി പിടിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി അത് ആ പരാതിയായി ഈ പരാതിയായി. ഇവന്മാര് നമ്മൾ അവരെ ഒരു സാധനത്തിലേക്ക് അനങ്ങാൻ പാടില്ല. നമ്മൾ അനങ്ങിയില്ലെങ്കിൽ, നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ അവർ അത് ചെയ്തു ഇത് ചെയ്തു എന്നും പറഞ്ഞിട്ട് അവർ വീട് കളയുന്ന ഏർപ്പാടാണ് അവരെ. നമ്മളെ സാധനം പോകുന്നതിനൊന്നും അവർക്ക് ഒരു വലിയില്ല, ഒരു വിഷമവും ഇല്ല. ഇപ്പം നമ്മൾ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ ഇതാ ഇവിടെ ഒരു കുരങ്ങ് ചത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിളിച്ചു നോക്കി കൂടെ അടക്കം വരും. എത്ര വണ്ടി വേണം, എത്ര ആള് വേണം ഇവിടെ. അത് ആരെങ്കിലും അവൻ തല്ലിക്കൊന്നതാണ് അല്ലെങ്കിൽ ഇവൻ തല്ലിക്കൊന്നതാണെന്ന് പറഞ്ഞും കെട്ടിയാൽ മതി. ഓ, അവനെ സൈസാക്കിക്കോളൂ അവര് അപ്പം തന്നെ കൊണ്ടുപോയിട്ട്. അങ്ങനെയൊക്കെയാണ് ഈ ഫോറസ്റ്റുകാരുടെ സ്വഭാവം. അല്ലെങ്കിൽ അവർ നല്ല നേരത്തെ വന്ന് നിന്ന് കാവൽ നിന്ന പോലെ നിൽക്കുകയാണെങ്കിൽ ഇത്രയും വിഷമവും ഇല്ല, ഇത്രയും ബുദ്ധിമുട്ടില്ല അവർക്ക്. ഇപ്പം ഇങ്ങനെ വരവുണ്ടാകുന്നത് തന്നെയാണ്. ഞാനിപ്പോൾ 2-3 ദിവസമായി ഞാൻ കണ്ടിട്ട്. അത്രയും നശിപ്പിച്ചിട്ട് അവർക്ക്. എന്നിട്ട് അവർക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഇത് ഇത്രയും ആന ഇറങ്ങിയുള്ളൂ എന്നാണ് ചോദിക്കുന്നത്. ഇറങ്ങിയുള്ളൂന്ന്, ഇത്രയല്ലേ കളഞ്ഞുള്ളൂന്ന്. ഞങ്ങളുടെ അച്ഛൻ പറയും, ഉണ്ടവൻ അറിയില്ല ഉണ്ണാത്തവന്റെ വിശപ്പ്. ഈ കുട്ടിയൊക്കെ എത്ര ദിവസത്തിൻ്റെ താഴെ ഒന്നുണ്ട്. അതും കൂടെ രാത്രി 12-1 മണിയൊക്കെ ആവും അച്ഛനും മക്കളും വയലിൽ നിന്ന് ഞങ്ങളൊക്കെ കയറിപ്പോണെങ്കിൽ. പേരെങ്ങനെയാ? നീ രാത്രി ഓടിക്കാനൊക്കെ പോവോ? ഇടയ്ക്കൊക്കെ വരും. നേരിട്ട് കാണും അല്ലേ? ഇത്ര വലിയ ആനയുടെ മുമ്പിലോട്ടൊക്കെ എങ്ങനെയാ രാത്രി? അല്ല, അങ്ങനെയൊന്നും പോവില്ല. അടുത്ത് വരെ പോവും. പാതി വരെ വരും. പാതി വരെ പോവും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? പടക്കം പൊട്ടിക്കോ? ആരൊക്കെ ഉണ്ടാവുക കൂടെ? അച്ഛൻ, പിന്നെ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരെല്ലാരും കൂടെ ഓടിക്കാൻ പോകും. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9. ഇത് എപ്പോഴേലും നിങ്ങളെ ഓടിക്കുന്ന ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പടക്കം പൊട്ടിച്ചത് പോവോ? അങ്ങനെയൊന്നും പോവില്ല. ഇല്ലല്ലേ? കഴിഞ്ഞ 3 ദിവസം അടുപ്പിച്ച് വരുന്നുണ്ടല്ലേ? രാത്രി എത്ര മണിയൊക്കെ ആകുമ്പോൾ അത് ഏകദേശം? അത് കുറച്ചൊക്കെ ഒരു 3 മണി 4 മണി 9 മണി 10 മണി അതിന് അങ്ങനത്തെ കണക്കൊന്നും ഇല്ല. ഇല്ലല്ലേ? അപ്പൊ നിങ്ങള് ഈ ഒച്ച കേട്ടാലേ അറിയുള്ളൂ അല്ലേ? ഇത് പഠിച്ചിങ്ങനെ അടിക്കും. ഈ ചളി പോകാൻ വേണ്ടി അതിന്റെ കാലിലിട്ട് അടിക്കും. ആ ഒച്ച കേൾക്കും. ആ ഒച്ച കേൾക്കും. നമ്മളൊന്ന് കച്ച നെല്ല് തല്ലുന്നുണ്ടല്ലോ, കൊയ്ത്ത് നെല്ല്, അതേപോലെ ഒച്ച കേൾക്കും. ഈ നെല്ല് പറിച്ചിട്ട് കാലടിക്കും. ഈ ചളി വായിലാകുന്നതിന്. അപ്പൊ ഈ ചളിയൊക്കെ പോവുമല്ലോ. അതേ കാട്ടില് പുല്ല് പറിച്ചാലും അങ്ങനെ തന്നെ. ഇങ്ങനെ അച്ഛന്റെ കൂടെ പോകുമ്പോ പേടിയൊന്നും ഇല്ലേ? എന്നാലും അങ്ങനൊന്നും പോവില്ല, ഇടയ്ക്കൊക്കെ പോകും. കഴിഞ്ഞതിന്റെ മുന്നിലത്തെ വർഷം ഇതേപോലെ 9 ആന 10 ആന ഒക്കെ ഇങ്ങനെ ഇറങ്ങി ഒരു 2 ദിവസം വയലിൽ ഇതേപോലെ ഇതിനേക്കാളും നശിപ്പിച്ചറിഞ്ഞു. RRTക്കാർ വന്ന് 2 ദിവസം ആനേനെ ഓട്ടിച്ചിട്ടാണ് പിന്നെ കുറച്ച് കൊയ്യാൻ കിട്ടിയത്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൃഷി ചെയ്യാൻ തോന്നൂലേ?
കൃഷി ചെയ്യാൻ തോന്നുന്നില്ല. എന്നാലും ആ സമയം വരുമ്പോൾ നമ്മളെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു പോയില്ലേ. അച്ഛനും അമ്മയും അവരെ ജന്മകാലത്തെ ഇതല്ലേ തൊഴിൽ. അപ്പം അതുപോലെ മക്കളും ഞങ്ങളെ കൂട്ടത്തിൽ ഞാൻ മാത്രമേ കൃഷിപ്പണി എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള അടുത്ത അനിയത്തിമാരും എല്ലാവരും നിർത്തി. അവരൊക്കെ നിർത്തി. അവരൊക്കെ നല്ല രീതിയിലൊക്കെ ആയി തുടങ്ങി. അപ്പോൾ അവരതൊക്കെ നിർത്തി. ജോലിക്കാരങ്ങനെ. എനിക്ക് അത് ആ ടൈം വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്നാൽ എനിക്ക് ഉറക്കം വരില്ല. കടുത്ത അവഗണനയല്ല ശരിക്കും പറഞ്ഞാൽ. അവഗണന തന്നെയാണ്. ഇപ്പം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇവർ വരുമ്പോൾ വിളിച്ചിട്ട് വരുമ്പോൾ വയലിലേക്ക് വരും, അല്ലെങ്കിൽ വയലിലേക്ക് അങ്ങനെ വരില്ല. ഒറ്റയ്ക്ക് ഇതിൻ്റെ അകത്താണ് കാവലിരിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് കാവലിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഇരുന്നാൽ മതി, എന്നാൽ ഒന്നും വരില്ല. അവിടെ ഇരിക്കാത്ത ദിവസങ്ങളാണ് വരുന്നത്. ഇരുന്നാലും വരും. ഇരുന്നിട്ട് അവർ പടക്കം പൊട്ടിച്ചിട്ട് പടക്കം പൊട്ടിക്കും. പിന്നെ പോയില്ലെങ്കിൽ ഇറങ്ങി പടക്കം പൊട്ടിക്കും. പിന്നെ ഈ പണ്ടാരത്തിൻ്റെ അടുത്ത് പോകാനും പേടിയാണല്ലോ. ആനയല്ലേ? ആനയല്ലേ. അവരെന്നെ ഒരു ദിവസം പിടിച്ചു വീട്ടിൽ കൊണ്ടുപോയി വിട്ടതാ കാടുമാർ. എന്തിന്? ആന വന്നിട്ട് വയലിൽ വന്നതിന്. ആന ഇതുപോലെ നശിപ്പിച്ച് അവർ വന്നപ്പോൾ വയലിലുണ്ടായിരുന്നു. ചേച്ചി രാത്രി ഇറങ്ങി വന്നു. ഞങ്ങൾ വയലിൽ വന്നിട്ടല്ലേ ആനേനെ കാണിച്ചു കൊടുക്കുന്നത് ഇവർ വരുമ്പോൾ. ചേച്ചി ഇറങ്ങി വന്നിട്ടാ കാണിച്ചു കൊടുക്കുന്നത്? ഞങ്ങളെല്ലാവരും ഉണ്ട്. അന്നൊക്കെ ആനയെ കാണിച്ചു കൊടുക്കണം അല്ലേ? ആനേനെ വയലിൽ അവർക്ക് കാണിച്ചു കൊടുത്താൽ ഓടിച്ച് ഓട്ടി വിടും. അല്ലെങ്കിൽ വന്ന് അപ്പം തന്നെ ഒരു പോക്കങ്ങ് പോകും. മിനിഞ്ഞാന്ന് വിളിച്ചതാ രാത്രി. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ തോക്കും കൊണ്ട് പറഞ്ഞു വിടാ. 10 മണിയായിട്ടേ ഉള്ളൂ മിനിഞ്ഞാന്ന്. അപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് അവർ 12 മണി വരെ ഞങ്ങളും ഇവൻ്റെ അച്ഛനും കുട്ടിയും നിന്നിട്ട് പിന്നെ വേറെ കുപ്പാടി റേഞ്ച് ഓഫീസിൽ നിന്നാണ് വന്നത്. അപ്പോഴത്തേക്കും കുറെ കളഞ്ഞു. കളഞ്ഞു പോയി. ആന പോയി. ആ പോക്ക് പോയിട്ടാണ് ബാബുരാജന്റെ അത്രയും നശിപ്പിച്ചത്. ഒരു ദിവസം തന്നെ ഇത്രയും കളഞ്ഞല്ലേ? അവരറിഞ്ഞുപോലുമില്ല. ഈ ടെമ്പർ അടിച്ച കമ്പി അവിടെ പൊട്ടി, ഇവിടെ പൊട്ടിച്ചു. ഈ 3 ലൈനും ഈ 3 ലൈനും പൊട്ടിയപ്പോൾ അവിടെ തിരക്കില് പണിയപ്പരയാണ്. അവിടെ ഇതിന്റെ ശബ്ദം കേട്ടിട്ട് അവർ നോക്കുമ്പോൾ കമ്പി മൊത്തം അങ്ങ് പോയി. അപ്പോൾ അവരവിടുന്ന് വിളിച്ചപ്പോൾ എല്ലാവരും ഓടി വന്ന് നോക്കുമ്പോൾ ആന വയലില്ല. ഞാൻ പറയുന്നത് ഒന്നേക്കൽ ആനേനെ കൊല്ലണം, അല്ലെങ്കിൽ ആനേനെ പിടിച്ചോണ്ട് പോവുക തന്നെ വേണം. അവരോട് ഞാൻ പറഞ്ഞതാ, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഞാൻ ചെയ്തോളാം. ഇപ്പോഴും ഞാൻ അവരോട് പറയുന്നുണ്ട്. എന്നെ അവരെവിടെയും കൊണ്ടുപോകില്ല. എന്നെ അവരവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? ഇപ്പൊ തന്നെ 10-50 വയസ്സ് കഴിഞ്ഞു. അല്ല, അവരെന്നെ എന്തൊക്കെ അവരോട് ഞാൻ പറഞ്ഞതാ. അപ്പം എന്നോട് പറഞ്ഞ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന്. ഞാൻ ചോദിച്ചു, സാറേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു? നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ ആണെങ്കിൽ നിങ്ങളെ കൂടുതൽ വരാം. നിങ്ങളെ അമ്മയെന്ന് ഓർത്താൽ മതി കേട്ടോ, വേറെ ഒന്നും ഓർക്കണ്ടെന്ന് പറഞ്ഞു. അത് ആ റേഞ്ച് ഓഫീസ് അവിടെ പോയിട്ടാണ് ഞാനത് പറഞ്ഞത്. അല്ല, അങ്ങനെ തന്നെ ചെയ്യും ഞാൻ ചെയ്യും. എനിക്കറിയാം ചെയ്യാൻ. ആരും വേണ്ട. അവരോട് ഞാൻ നേരിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്കതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് ചെയ്ത് കാണിച്ച് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ച് തരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അവർ കുങ്കിയാനേനെ കൊണ്ടുവന്നിട്ട് പാപ്പാമാരില്ലാന്നും പറഞ്ഞിട്ട് 2 ദിവസം ഇവർ തീറ്റയും കൊടുത്തിട്ട് ആനേനെ കൊണ്ടുവിട്ട് കൊടുത്ത ആൾക്കാരില്ലേ. കൊണ്ടുവന്നായിരുന്നു. അവരെന്നാ ആനേനെ ഓട്ടിച്ചു വിടണ്ടേ? പാപ്പാമാരില്ലാന്നും പറഞ്ഞിട്ട് ആനേനെ തിരിച്ച് 2-3 ദിവസം ഇവിടെ വിട്ടിട്ട് ആനേനെ കൊണ്ടുപോയി ഇട്ട് കൊടുത്തു. അവർ സുഖമായി ജീവിക്കുകയും ചെയ്യും. ഫോണിലും ടി വിയിലും കണ്ടിട്ട് കൂടപ്പറപ്പുകളൊക്കെ വിളിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടങ്ങളാണ് തോന്നുന്നത്. അവർക്കൊരു നേരം എനിക്ക് കുറച്ച് വേണമെന്ന് പറയുമ്പോൾ എടുത്തു കൊടുക്കുന്ന ആളല്ലേ. എനിക്ക് കുറച്ച് തരണമെന്ന് പറയുമ്പോൾ കൊടുക്കും. അവര് കൃഷിക്കാരല്ല. അങ്ങനെയുള്ളത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ ആയിപ്പോയാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ള ചിന്തയാണല്ലോ അവർക്കൊക്കെ. അതെ. ഒരുപാട് ആൾക്കാർ കൊടുക്കുകയും ചെയ്യും, കൊണ്ടുപോവുകയും ചെയ്യും, ഒക്കെ ചെയ്യും. പൈസ തരുന്നവർ പൈസ തരും, അല്ലാത്തവർക്ക് വെറുതെ കൊടുക്കും. പിന്നെ ഞാൻ വാങ്ങാണ്ടിരിക്കുന്നതുകൊണ്ട് എന്തായിട്ടും ഒരു കാര്യമല്ല. ഇതാണ് പ്രശ്നം. മനസ്സ് മടുത്തതും പോട്ടെ, മനസ്സ് മടുക്കുന്ന കാര്യമല്ല ഇത്. പിന്നീട് വീണ്ടും നമ്മുടെ മനസ്സിൽ ഇത് ചിന്തിക്കുമ്പോഴാണ്. എത്ര വർഷമായി ഇത് തുടർച്ചയായിട്ട്? ഒരുപാട് കാലമായി. ഇപ്പൊ 6 വർഷത്തോളായി. ഒരു 10 രൂപ അവര് തരലില്ല. ഇതൊരു ഒന്നും കിട്ടിയിട്ടില്ല. അപേക്ഷയൊക്കെ കൊടുക്കുന്നുണ്ട്. 10 വർഷമായിട്ട് ഒരു പൈസ കിട്ടിയിട്ടില്ല. 18 മറ്റൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. 2018 ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഗവൺമെന്റിന്റെ അല്ലേ, ഇവർക്ക് ഞങ്ങളെ സഹായിച്ചാലേ അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ. ഇവർക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അയാൾ ഇത്ര നശിച്ചു പോയി, അതുകൊണ്ട് ഇത്ര പൈസ അവർക്ക് അനുവദിച്ചു കൊടുക്കണം എന്നുള്ള കടലാസ് അവർക്ക് കൊടുക്കണം. അത് ഇവരാദ്യം ചെയ്യണം, എന്നാലേ പിന്നെ അവരെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അത് ഏറ്റെടുക്കുള്ളൂ. അവര് പറയുന്ന ഇതാണ്. എല്ലാ വർഷവും തീർച്ചയായിട്ടും അപേക്ഷ കൊടുക്കും. എല്ലാ വർഷവും കൊടുക്കും. ചിലപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ കൊടുക്കും. ഏതെങ്കിലും ഒരു പ്രാവശ്യം കൊടുക്കുന്നെങ്കിലും കിട്ടട്ടെ എന്നും പറഞ്ഞിട്ട്.
ഈ ഒരു 10 വർഷത്തിനിടയ്ക്ക് എത്ര രൂപയുടെ നെല്ല് പോയിട്ടുണ്ടാവും? 10 അല്ല, ഈ 10 വർഷത്തിനിടയ്ക്ക് ഒരു 19,000 രൂപേന്റെ നെല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അല്ലേ? നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. നെല്ലും പുല്ലും എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ ഈ സ്ഥിതി തന്നെ ഉണ്ടല്ലേ. ഇതിപ്പോ വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നെല്ല് ചിലവും കഴിഞ്ഞ് പുല്ല് ഇഷ്ടം പോലെ കന്നാലിക്ക് കൊടുക്കാനുള്ള പുല്ലുണ്ടാവും. എൻ്റെ ആവശ്യത്തിന് ഞാൻ എടുക്കുകയും ചെയ്യും, ആവശ്യക്കാർക്ക് വിൽക്കുകയും ചെയ്യും. രാത്രി കിടന്നാൽ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചിന്ത ഇതാ, ഈ വയലിൽ ഇത് ഇങ്ങനെ ആവുമല്ലോ എന്നുള്ള ചിന്തയാണ്. ഞാൻ രാത്രി മക്കൾ ഇറങ്ങി വരുമ്പോൾ ഞാൻ ഇറങ്ങി വരും. ഞാൻ ആനയ്ക്ക് പേടിക്കാതെ ഞാൻ ആനേനെ ഓട്ടിക്കാൻ പോകും. ഞാൻ മക്കളെ കൂട്ടത്തിൽ ഞാൻ പോകും രാത്രി. മക്കളും വരും. എനിക്ക് ആന പേടിയൊന്നുമില്ല. എന്തിനു പേടിക്കുന്നു? ആനേനെ പേടിച്ചിട്ട് കാര്യമില്ല. ആനേനെ പേടിച്ചത് ആന മുഴുവനും തീർക്കുക എന്നല്ലാണ്ട് ആനേനെ പേടിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ അവരോട് പറയുന്നത് മരിക്കുമ്പോൾ ഒരു മരണം ഉണ്ടാവും, അത് എപ്പോഴായാലും ഉണ്ടാവും. ആനേനെ പേടിയൊന്നുമില്ല. ആനേനെ ഒട്ടിക്കാൻ ഞാൻ എന്തായാലും എത്തിയില്ലെങ്കിൽ ഞാൻ വയലിലുണ്ടാവും എന്ന് തന്നെ ഞാൻ എപ്പോഴും പറയലുണ്ട്. എന്നെ ഇറങ്ങി വരണ്ടെന്ന് പറഞ്ഞിട്ട് വീട് വരെയൊക്കെ കൊണ്ടുവിടും ഗാർഡുമാരെന്നാലും ഞാൻ കേൾക്കില്ല. ആന പോകാതെ ഞാൻ പോവില്ല വീട്ടിലേക്ക്. കഷ്ടപ്പെട്ട് ജീവൻ പണയം വെച്ചിട്ട് തന്നെയാണ് കൃഷിപ്പണി എടുക്കുന്നത്. നമ്മുടെ ഉപജീവന മാർഗമാണല്ലോ ഏറ്റവും വലുത്. അതാണ് നോക്കുന്നത്. കൃഷി ഇങ്ങനെ നശിച്ചു എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര വിഷമവും സങ്കടവും സൂക്കേടും ഇതൊക്കെയാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്. ഇതിങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് ഇതിങ്ങനെ ഒരു ടെൻഷൻ അടിക്കുന്ന പോലെ ആയിട്ട് ഭയങ്കര വിഷമത്തിൽ തന്നെ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതൊക്കെ ആന പല സമയങ്ങളിലായിട്ട് പൊട്ടിച്ച് കടന്ന വഴികളാണ്. കൽമതിൽ പൊട്ടിച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇതുപോലെ ഇരുന്ന കൽമതിലാണ്. അവിടെയൊക്കെ കമ്പികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ആന പല സമയങ്ങളിലായിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആന കയറിപ്പോയ വഴിയാണ് ഈ കാണുന്നത്. കണ്ടോ? ഇതിലെ ഇങ്ങനെ ഇതൊക്കെ എവിടെയും കമ്പി കിട്ടുക അതൊക്കെ കളഞ്ഞ് ഇതിലെ ഇങ്ങനെ നടന്നുപോയി. ആ നടുഭാഗം കണ്ടോ? മൊത്തം ഒരു പ്രദേശം മൊത്തം കാര്യമാക്കി വെച്ചിരിക്കുന്നത്. അവിടെയാണ് നമ്മളിപ്പോൾ പോയത്. കംപ്ലീറ്റ് കളഞ്ഞ കേട്ടോ. വലിയ അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തും ഒരു പ്രദേശമുണ്ട്. അവിടെ ഇതുപോലെ കുറേ നാൾ മുന്നേ ആന തന്നെ പൊട്ടിച്ച ഇതൊക്കെയാണെന്ന് തോന്നുന്നു. ഇതിലൊക്കെ ആന ഇറങ്ങി വരുന്നതാണ്. അപ്പുറത്ത് ഫോറസ്റ്റാണ്. ഇവിടെയൊക്കെ കമ്പി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പൊട്ടിച്ചും ആന കയറുന്നുണ്ട്. 3 ദിവസം ഇറങ്ങിയെന്ന് പറഞ്ഞാൽ 3 ദിവസം 3 വഴി കൂടെയാണ് വന്നത്. ഇവിടെ ആന ഇറങ്ങിയ വഴിയാണ് ഈ കാണുന്നത്. കണ്ടോ? ഈ കമ്പിയൊക്കെ പൊട്ടിക്കണം കേട്ടോ. അവിടെ ഏർമാടം ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ ഒന്നും കാവൽക്കാർ ആ സമയത്ത് ഇല്ലായിരുന്നല്ലോ. പറമ്പിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. കംപ്ലീറ്റ് അതായത് നമുക്ക് ഇവിടുന്ന് കാണുന്ന പോലെയല്ല. ഇതേ രീതിയിലാണ് ഇതിൻ്റെ നടുഭാഗം കംപ്ലീറ്റ് ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ മുകളിൽ നിന്നൊക്കെ ഒരു ഡ്രോണൊക്കെ ഇട്ട് പറപ്പിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു സംഗതിയൊക്കെ മനസ്സിലാവുള്ളൂ. പക്ഷേ വളരെ ഭീകരമാണ്. നടന്നു പോയാൽ കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായിട്ട് കാണുകയും ചെയ്യാം. മൊത്തം കാൽപ്പാടുകളും ഇതേപോലെ കണ്ടോ. ഈ ഒരു ഭാഗം കളഞ്ഞതല്ല, ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗം കണ്ടോ മുറിഞ്ഞ് പല ഭാഗത്തായിട്ടിരിക്കുന്നത്. അതൊക്കെ കംപ്ലീറ്റ് കളഞ്ഞിരിക്കുന്നതാണ്. ഇതിങ്ങനെ ഈ പാടത്തിൽ പല പ്രദേശത്ത് ഇതേപോലത്തെ ഏരിയകളുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ആ ഒരു ചേച്ചി സംസാരിക്കുന്ന വളരെ ദുഃഖത്തോടെ അല്ലാതെ നമുക്ക് ആ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ട് ഇരിക്കാനായിട്ട് സാധിക്കില്ല. അവരുടെ സങ്കടം പറച്ചിൽ കേട്ട് നമുക്ക് തന്നെ കണ്ണ് നിറഞ്ഞു പോകും കേട്ടോ. അത് ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു അനുഭവം, അതായത് നമ്മൾ നട്ടു വളർത്തിയ സാധനം ഇങ്ങനെ ഏതെങ്കിലും ഒരു വന്യജീവി നശിപ്പിച്ച് കളഞ്ഞ ഒരു സ്ഥിതിയിലൂടെ കടന്നു പോയ ആളുകൾക്ക് മാത്രമേ ഈ ഒരു വികാരം മനസ്സിലാകത്തുള്ളൂ. അല്ലാത്തവർക്ക് ഇതൊരു കാഴ്ച മാത്രമായി പോവും. അവരുടെ ആ വിഷമം എനിക്ക് ശരിക്കും മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാനത് അവർ പറയുന്നതും പരമാവധി അവർ പറയുന്നതും മൊത്തം കേട്ട് നിന്നത്. പക്ഷെ വളരെ 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 ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ്. ആ ഒരു ചെറിയ പയ്യനടക്കം ഈ ഒരു കാട്ടാനെ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ആ ഒരു വളരെ അക്രമകാരിയായ ആ ഒരു കാട്ടാനെ ഓടിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവൻ്റെ ആ ഒരു വലിപ്പവും അവൻ്റെ ആ പ്രായമൊക്കെ വെച്ച് അവൻ എന്തൊരു ത്യാഗമാണ്. അവരുടെയൊക്കെ ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിക്കണം. നമ്മളൊക്കെ എത്ര സുഖത്തിലും ഒക്കെയാണ് കഴിയുന്നതെന്നുള്ളത് ഇത്തരത്തിൽ വനാതിർത്തികളിൽ താമസിക്കുന്ന ആളുകളുടെ സ്ഥലത്തേക്കൊന്ന് വന്ന് നോക്കിയാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നെല്ല് വിളഞ്ഞ് നെല്ല് കൊയ്യാനൊക്കെയുള്ള സമയമൊക്കെ ആയി അടുത്ത് വരുമ്പോഴത്തേക്കും കർഷകർക്ക് ചങ്കിടിപ്പാണ്. ഈ തൊട്ട് പുറകിൽ കാണുന്ന പ്രദേശമൊക്കെ കാലിയാണ് കേട്ടോ. ഒന്നുമില്ല. അവരുടെ അധ്വാനമാണ് കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് കാവൽക്കാരില്ലാത്തതിൻ്റെ പേരിൽ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ആന ഇറങ്ങി നശിപ്പിച്ചത്. 1/2 ഏക്കറോളം ചേച്ചിയുടെ നെൽപ്പാടാണ് നശിപ്പിച്ചത്. എല്ലാ വർഷവും ഇത് തുടർന്നുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 7-8 വർഷം ആ ചേച്ചി പരാതി കൊടുത്തിട്ട് ഇതുവരെ ഒരു പൈസ പോലും നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല എന്ന് ആ ചേച്ചി നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആലോചിക്കണം എത്ര ഒരു അവഗണനയാണ് കർഷകർ നേരിടുന്നതെന്നുള്ളത്. ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ എഴുതി ഒപ്പിട്ട് തരാം,
അധികം നാളൊന്നും ഇനി കൃഷി മേഖല ബാക്കിയുണ്ടായില്ല. ഇപ്പോൾ ഈ കുറച്ച് ആളുകളും കൂടെ നിർത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ, ഇവിടെയൊക്കെ വനമാവും. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ജയമണിച്ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇനി വിഷമടിച്ച തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ആളുകൾ പറയുന്ന പൈസയും കൊടുത്ത് നമുക്കിങ്ങനെ മേടിച്ച് തിന്നാം. അത് മാത്രമാണ് ഇതിൻ്റെയൊക്കെ അവസാനത്തെ റിസൾട്ട് വരാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് ഉറങ്ങിയിരിക്കുന്ന ആളുകളൊക്കെ ഉണർന്നില്ലെങ്കിൽ ഇനി കാണാൻ പോകുന്നത് നമ്മൾ ഇതിലും ഭീകരമായിട്ടുള്ള അവസ്ഥകളായിരിക്കും. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.